താങ്ക്സ്. ഓക്കെടാ, ഓക്കെ. ഞാൻ ഈ വര സ്കിപ്പ് ചെയ്യണം കേസ്. കുറച്ച് നേരം ഞാൻ കുറച്ച് ഇതായിട്ട് വര സ്കിപ്പ് ചെയ്യണം. എനിക്ക് എന്റെ അകത്ത് വര മാത്രമേ വരണുള്ളൂ ഇപ്പൊ. വര മാറ്റി എങ്ങനെയാ ചെയ്തത് കൂടെ ചോദിക്കാം. അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. POV ഇറ്റ്സ് എ മൊബൈൽ ഗെയിം. മൊബൈൽ ഗെയിമാ? ഇവിടെ മൊബൈലിലൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ഏത് ഗെയിം ഇത്? അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ. ഇത് ഏത് ഗെയിമാടാ ഇത്? എന്തോ 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാ? എനിക്കത് കണ്ടിട്ട് വിഷമം വരണം. എടാ എല്ലാരും ഒന്ന് റേഡിയോയിൽ റെസ്പോണ്ട് ചെയ്ത്. എത്ര പേരുണ്ട് ഇവിടെ ഇപ്പം? വണ്ടി നോക്കണേ. വണ്ടി ഇടിച്ചിടും. സ്ലോ മോഷനിൽ നടക്കാൻ നിന്നാ ചത്തുപോകും. ഓടിക്കേറിക്കോ. ആഹാ, ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായി. എന്റെ ഗ്യാങ്സിന്റെ മുൻവശം നിറഞ്ഞ്. ഇല്ല, ലിറ്ററലി സത്യം പറഞ്ഞ കേസ് ഇതിപ്പം മാസമായിട്ട് കാണാൻ കൊള്ളാമെങ്കിലും അന്നത്തെ ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. അയ്യോ, അതിനുമാതിരി ശോക സിറ്റുവേഷൻ ആയിരുന്നു. ആ സിറ്റുവേഷൻ ആണ് ലിറ്ററലി സത്യം പറഞ്ഞ. ഞാൻ ഇന്ന് ഇങ്ങനെ ഈ RP റെഗുലർ ആയിട്ട് കളിക്കുക എന്നുള്ള, അല്ലെങ്കിൽ RP കുറച്ച് ദിവസം റെഗുലർ ആയിട്ട് വരിക എന്ന് തീരുമാനിച്ച ദിവസം സത്യം പറഞ്ഞ അതായിരുന്നു. പറയാതിരിക്കാൻ വയ്യ. ആള് കൂടി TV തുടരും, അതുപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ അതെ. സോറി, ഞാൻ ലൈവായിരുന്നു മച്ചാരെ. ലൈവ് കഴിഞ്ഞ് വന്നപ്പോഴല്ലേ കണ്ട്. ചത്തു വീണവരെ മറക്കലേ നീ കാണാതങ്ങു പറയലേ നീ കണ്ടതെല്ലാം പൊയ്യാണെന്നു പറഞ്ഞ് നീ അങ്ങ് മാറലേ. ചത്തു വീണവരെ മറക്കലേ നീ കാണാതങ്ങു പറയലേ നീ കണ്ടതെല്ലാം പൊയ്യാണെന്നു പറഞ്ഞ് നീ അങ്ങ് മാറും. ഞാൻ എന്റെ കനവിലോ രാജ, എല്ലാം ഒതുക്ക വന്ന ഒരു രാജ, എന്നെ അടക്കി വെക്കാൻ ഇവിടെ ആരുമില്ല, ഞാൻ തന്നെ രാജ. ഞാൻ എന്റെ കനവിലോ രാജ, എല്ലാം ഒതുക്ക വന്ന ഒരു രാജ, എന്നെ അടക്കി വെക്കാൻ ഇവിടെ ആരുമില്ല, ഞാൻ തന്നെ രാജ. ഞാനോ നീയോ. കൊള്ളാം. അണ്ണാ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. ഇത് ഞാൻ വരച്ച് ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യും. കൊള്ളാടാ, അടിപൊളി. അണ്ണാ അന്ന് ചോദിച്ചില്ലേ എത്ര എക്സ്പെൻസ് ആയെന്ന്? 2023 വരെ 1 CR ചെലവായി. 2024 മറിഞ്ഞു വീണേന്നോ? നമ്മൾ ഓച്ചിറ 28 ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നന്ദികേശന്റെ മുന്നിലാണ്, നന്ദികേശ ശിരസിന് മുന്നേ ഉള്ളത്. നന്ദികേശന്റെ പണി അവിടെ നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. എന്നെക്കാൾ 2-3 ആളുടെ പൊക്കമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സംഘാടകരും നമ്മുടെ ആവേശം സിനിമയുടെ റീക്രിയേറ്റ് ചെയ്ത് വൈറലായിട്ട് ആരും ഇവിടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ഉണ്ട് കിഷോർ. കിഷോറെ വാ. നമ്മുടെ സുഹൃത്താണ്, ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പൊ കിഷോറാണ് ഇതിന്റെ സംഘാടകരിൽ പ്രമുഖരായിട്ടുള്ള വ്യക്തിയാണ് അല്ലെ? അങ്ങനല്ല, ജോയിന്റ് സെക്രട്ടറിയാണ്. ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്തെന്നാൽ കഴിഞ്ഞ വർഷം, അതായത് 2023 നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേശ ശില്പം എന്ന URFന്റെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഓച്ചിറ അമ്പലത്തിൽ വരുന്നതിൽ 1ാം സ്ഥാനക്കാരാണ് നമ്മൾ. 1ാം നമ്പർ നന്ദികേശനെ കൊണ്ടാണ് നമ്മൾ ആനയിച്ച് കൊണ്ടുപോകുന്നത്. ഇത് ശിരസിന് എത്ര ഉയരമുണ്ട്? ഇതിന് 18 അടിയുണ്ട്. 18 അടിയുണ്ട്. അപ്പൊ ഇതിന്റെ ശില്പി 3 ആളിന്റെ പൊക്കമുണ്ട്. അത് നമുക്ക് പ്രജിത് ശിവപ്രസാദ് എന്ന് പറയുന്ന ശില്പിയാണ് നമുക്ക് 2019 നിർമ്മിച്ച് നൽകിയത്. നന്ദികേശൻ മൊത്തത്തിൽ 72 അടി ഉയരത്തിനുള്ള ഏകദേശം 7 നില കെട്ടിടത്തിന്റെ ഉയരം. അതെ, കഴിഞ്ഞ വർഷത്തെ അതേ ഡയലോഗ്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ 7 നില കെട്ടിടത്തിന്റെ ഹൈറ്റാ ഏറ്റവും വലിയ നെറ്റിപ്പട്ടമാണ് അല്ലെ? അതും ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റി. എടാ, അപ്പൊ ഈ തല ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ പണ്ടോടെ? അപ്പൊ ബോഡി മാത്രമാണ് എല്ലാ വർഷവും ബിൽഡ് ചെയ്യണല്ലേ? ഈ തല എപ്പോഴും ഉണ്ടാവൂലേ? ഈ തല 2019 ഉണ്ടാക്കി വെച്ചതാണല്ലേ? അപ്പൊ ബോഡിയാണ് എല്ലാ വർഷവും ഉണ്ടാക്കണല്ലേ? നമ്മുടെ ഡോക്ടർ വിവേക് എന്ന് പറയുന്ന ഓച്ചിറക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. 5 ലക്ഷം രൂപ മുടക്കി പുള്ളിക്കാരൻ സ്പോൺസർ ചെയ്ത 35 അടി വലിപ്പമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റിപ്പട്ട എന്നൊരു റെക്കോർഡ് കൂടി നമുക്ക്. ഇവിടെ റെക്കോർഡുകൾ മാത്രമേ ഉള്ളൂ, എല്ലാ റെക്കോർഡിന്റെ കളികളാണ്. അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ റെക്കോർഡുകൾ മാത്രമായിട്ട് നമ്മുടെ 28ാം ഓണം എല്ലാരും അടിച്ചു പൊളിക്കാനായിട്ട് ഓച്ചിറോട്ട് വാ. ഇതിനകത്ത് 1 കോടി രൂപ പറയണില്ലല്ലോ.
അണ്ണാല്ലേ എത്ര ലക്ഷം? 2023 വരെ 1 CR ചെലവായി. 2024 മറിഞ്ഞു വീണത്. സിറ്റി കയറി ഈഗിൾ ബ്രോ. അവര് വന്നിട്ട് ഈഗിൾ ബ്രോ എടുക്കാനെന്നാണ് പറഞ്ഞു നിൽക്കുകയാണെന്ന്. ബ്രോ ഞാനാണോ ബ്രോ ആണോ ഗ്രൂപ്പിലുള്ളത്? അവരെല്ലായിടത്തും എൻ്റെ അടുത്ത് ഓക്കെയും പറഞ്ഞു. ഞാൻ ഗ്രൂപ്പിൽ സിറ്റുവേഷൻ എടുത്തോളാം മെസ്സേജ് വിട്ടിട്ടാണ് ഇവിടെ വന്നത്. അണ്ണനായി പോയില്ലേ എന്ത് ചെയ്യാൻ? എന്തൊരു താളവാടിയാടാ നിന്റെ. നീ അങ്ങ് ടിവിയുടെ അങ്ങ് കൊമ്പത്തെ ഫാൻ ആവല്ലടാ. നീ ആവല്ലടാ. അവന്റെ വർത്താനം. എന്റെ അനിമേ ജീവിതത്തിൽ ഇത്രയും കിട്ടിലം ഒരു മാസ സീൻ സത്യം കേട്ടോ. പിന്നെ സോറോ എവിടെയോ പടച്ച് ബാൻഡേജ് ഒക്കെ ഇട്ട് കിടക്കുകയാണ്. ഇത് വിശ്വസീനാണ്. ഇത് കിടിലുമാണിത്. സീന് എന്റെ പൊന്നു മോനെ എന്തുവാടെ ഇത്? സീനല്ലേ? ഈകളെ ആളെ ആ സീൻ കണ്ടടാ നീ. സീന് കണ്ട് സോറ അനിമേന്റെ പിടിച്ചു വരുന്ന കണ്ടാ നീ. അനിമേന്റെ പേരെന്തോന്ന്? സോറോ പിന്നല്ലാതെ അല്ലേ അറിയാ തെറ്റ്. പിന്നെന്താ ജീവിതത്തിൽ പറഞ്ഞേ? എനിക്കറിഞ്ഞൂടാ. സൂപ്പർ. വൺ പീസ് പിന്നല്ലാതെ. നിങ്ങളൊക്കെ F1 കണ്ടോ ഗൈസ്? ഞാൻ കണ്ടില്ല ഇതുവരെ കേട്ടാ. ഞാൻ കണ്ടില്ല കേട്ടാ. ഗ്ലോബലി 4000 കോടി കളക്ട് ചെയ്തല്ലേ ഈ പടം. F1 ഇത് F1 4000 കോടി F1 കളക്ട് ചെയ്ത്. 4000 കോടി. Anything else, Professor? Try fast. നൈസ്. കാണണം. POV ഗെയിമിംഗ് വിത്ത് ഫ്രണ്ട്സ്. The friend who always rage. ഞാൻ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്ന ആവശ്യമുണ്ടോ? അത് ആക്ച്വലി മെൻഷൻ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. The friend who always sings into the mic. The one friend who always get bullied for no reason. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയണോ? ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. The guy who always take the game seriously. The one who thinks he is in charge. അയ്യോ എല്ലാ സ്കോഡിലും ഉണ്ടാവും. മൊബൈൽ ഗെയിം ഒരു വട്ടം പറഞ്ഞാ നീ. എനിക്ക് സാരി ഭംഗി ഉണ്ടാവോ? കൂട്ടുകാർ ചോദിച്ചതാ. പിന്നെ കൂട്ടുകാർ ചോദിക്കാൻ അവൻ സാരി എടുത്ത് കൂട്ടുകാരെടുത്ത് തന്നാ? അത് അവൻ തന്നെ വെട്ടിയിട്ടതാണ്. എഡിറ്റ് ചെയ്തായിരിക്കും അവന്റെ പാവം. ആണെന്ന് ആയിരിക്കും അല്ലേ? അതെ. ഹെലികോപ്റ്റർ. എന്ത് ലുക്കടാ ഈ ഫ്രണ്ട് നോക്കും.
ഇത് കുട്ടപ്പന്റെ ആണോ ഇത്? അതെ അതെ അതെ, കുട്ടപ്പന്റെ വീഡിയോ ആണല്ലേ? தம்பி உன்ன பேர் என்னடா? என் பேரு சூர்யா. எங்க அப்பா பேர் சந்திரபோஸ். எங்க அம்மா பேர் அலீனாம்மா. உங்க அப்பா பேர் அலீனா ஜோஸ். டேய் வண்டி ஒதுக்கு ചന്ദ്രന്റെ അമ്മ വണ്ടി ഒതുക്ക്. ഇവന്റെ പൈസ ഒന്നും കാണുള്ള പാവപ്പെട്ടത് എനിക്ക് കൊണ്ടിറക്ക് മോനെ ഇറങ്ങിപ്പെടാ നീ, മോനെ ഇറങ്ങിപ്പെടാ നീ, ഇറങ്ങിപ്പെടാ. നല്ല വീഡിയോ. കിഡ്നി വിറ്റതായിട്ട് സത്യം 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 സത്യം. Still one of the best videos in gaming. Sea of Thieves. അയ്യോ ഇത് ഭയങ്കര ഒരുപാട് ഗ്രൈൻഡ് ഉള്ള ഗെയിമാടാ. ഇത് ഒരുപാട് ഗ്രൈൻഡ് ഉള്ള ഗെയിം അല്ലേ ഈ Sea of Thieves അല്ലേ? ഒത്തിരി ഗ്രൈൻഡ്. ഇത് മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുമോ? ഇത് ഞാൻ ഇത് ട്രൈ നോക്കിയിട്ടില്ല. മൾട്ടിപ്ലെയർ കളിക്കാൻ അല്ലെന്ന് തോന്നുന്നല്ലേ? ഏതാ ഗെയിം അത്? Sea of Thieves. ആര് വരാൻ ഇവിടെ വിളിച്ചാ? മൾട്ടിപ്ലെയർ എത്ര ആൾക്കാരും കളിക്കാവോ? ഇല്ല, 4 പേര് കളിക്കാൻ. പക്ഷെ ഒരു സംഭവം ചെയ്യാൻ പറ്റും അതിന്റെ അകത്ത്. ഈ നമ്മളില്ലേ ഒറ്റ സമയത്ത് ക്യൂ ചെയ്തിട്ട് 2 ഹലോ ഷിപ്പായിട്ട് അലൈസ് ആകാം. മൾട്ടി ഷിപ്പ് എന്റെ നെറ്റ് പോയതാണോ നിങ്ങളുടെ ഇങ്ങനെയാണോ? ഹലോ ഹലോ ലൈവ് പോയോ? ഹലോ ഹലോ ലൈവ് പോയോ? ഹലോ ഡിസ്കോഡിൽ പി അല്ലേ? ഹലോ ഇവിടെ വിട്ടുവിട്ട കേൾക്കുന്ന എനിക്കൊന്നും കേൾക്കണില്ല. ഹലോ നിങ്ങൾക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ കേക്കാവോ? ഹലോ റെഡി ആയില്ലേ? എല്ലാരും വാ. ആ വിസിയുടെ ചാനൽ ഇഷ്യൂ ഞാൻ മാറ്റിട്ട് പോയി. ട്രൈ ചെയ്യാം കേട്ടോ. SOT ആണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഫണ്ണാ, ഭയങ്കര ഫണ്ണാ. കീരി പറയാനാ നീ ആദ്യം ഒരിടത്ത് ഉറച്ചു നിക്കട്ടാ നീ. അവന്റെ നീ പറഞ്ഞ എന്തായാലും ഞാൻ ഒരു ഗെയിമില്ലെന്ന് എനിക്ക് അറിയത്തില്ല കീരി. എന്തായാലും ടുഡേസ് റിമൈൻഡർ. അതെ, ഇപ്പം വെള്ളം അടിച്ചാലും മരിക്കണവരെ ജീവിക്കുള്ളൂ, വെള്ളം അടിച്ചില്ലേലും മരിക്കണവരെ ജീവിക്കുള്ളൂ. എന്നാ പിന്നെ അടിച്ചിട്ടുണ്ട് മരിക്കുക. എന്താടാ അതൊക്കെ എന്ത് ഉപദേശം?
ഓ നൈസ്. വരച്ചതാണോ ഇത്? ആ, വരച്ചത് വരച്ചതാണ്. നൈസടാ നൈസ്. അതിന് അപ്പയോ മാതിരെ It seems that he is tired of winning. കണ്ണ് Только пули свистят по степи. അമ്പോ. ഉറക്കം തൂങ്ങിയിരിക്കും പോലെ. ഞാൻ പിന്നെ ഒന്നും കേൾക്കുന്നില്ല. അത് വേണ്ട 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 ഞാട് നോക്കട്ടാ. നമ്പറൊക്കെ കിട്ടിയുണ്ട്. നമ്പർ കിട്ടിയ അമ്മൂടി സെറ്റ് ഇട്ടാ ഞങ്ങളൊരു പിടി പിടിക്കട്ടാ. കഷ്ടപ്പെട്ട പറ്റിയത് നമ്മുടെ വണ്ടിക്ക് ഇത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു തരും. ഇത് സെറ്റ് ചെയ്ത് തന്നാ മാത്രം മതി. അളിയാ ഇനി വീട് എഴുതി തരാന്ന് പറഞ്ഞാലും തരാൻ പറ്റത്തില്ല. കാരണം അതിനു വേണ്ടി കഷ്ടപ്പെട്ട സെറ്റ് ചെയ്ത നമ്പറൊക്കെ. അളിയാ 4 പീടിക്കുള്ള സാധനം നിനക്ക് എടുത്തു തരും. ഒരു പൗച്ച് ഇറക്കി തരാം. സത്യം തരാം. ഓക്കെ നമ്പർ. പിന്നെ ഒരു കണ്ടീഷൻ, ഞാൻ നമ്പർ അതെന്താ പറഞ്ഞു? എന്തെടുത്ത് തരാൻ പറ്റത്തില്ല. കാരണം അതിനു വേണ്ടി കഷ്ടപ്പെട്ട സെറ്റ് ചെയ്ത അളിയാ 4 പീടിക്കുള്ള സാധനം നിനക്ക് എടുത്തു ഒരു പൗച്ച് ഇറക്കി തരാം. ഒരു പൗച്ച് എന്ന് പറഞ്ഞ മറ്റേ പെൻസിൽ ഇടുന്ന സാധനല്ലേ? സൂപ്പർ. പൗച്ച് മീൻസ് കഞ്ചാവ്. കോഡ് ഭാഷയാണോ അതൊക്കെ? പിന്നെ ഒരു കണ്ടീഷൻ, ഞാൻ നമ്പർ എന്നത് പറയുന്നത്. പിന്നെ നിന്റെ കഴിവ് വെച്ച് നീ വളർത്തിപ്പോ. നമ്പർ 98 76. ഡിപ്രഷൻ ആയാലോ? അടിച്ചു പോയി കേട്ടാളിയാ. എന്നാലും ആത്മാർത്ഥ സുഹൃത്തിന്റെ അനിയത്തിയെ അവൻ അറിഞ്ഞൂടാ. അതാണ് അവൻ എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആവുന്നത്. അയ്യോ ആലോചിച്ചിട്ട് ഡിപ്രഷൻ ആയി പോയി. സിറ്റിയുണ്ടേ. ആ അതാ. ഞാൻ ഇത് തന്നെ കേട്ടോണ്ടിരിക്കുവല്ലേ 5 മിനിറ്റ് ആയിട്ട്. മാനസികമായോ? അടുത്തത് പ്ലേ ഞാൻ ലൂപ്പിൽ വിട്ടുപോയി. ഇതൊക്കെ എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ ആരാ? റോളക്സ് എന്താ ബ്രോ ഉദ്ദേശിച്ചേ? പുള്ളിക്കാരൻ വായിക്കണാണെന്ന് തോന്നുന്നു. ഇതെന്താ? കവിച്ച് സംസാരിക്കുള്ളൂ. മീനുട്ടി പറഞ്ഞ ആളെ കവിച്ച് കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞു. അപ്പം അല്ല പൊറോട്ട. അല്ല അപ്പൊ അല്ല കടയിലുണ്ട് ബൺ, എനിക്കുണ്ട് ബാൻ, ഞാനാണ് നിന്റെ മാൻ. എടാ ആരെങ്കിലും തൂറി കവർ കെട്ടി ഇവന്റെ മോന്തൊക്കെ എറിഞ്ഞു കൊടുത്തടാ പ്ലീസടാ. ആരൊക്കെ വല്ല പറ്റത്തിട്ടോ വല്ല കവറിനകത്ത് കെട്ടിട്ട് ഇവന്റെ മുഖത്ത് പിടിച്ചാലോ കെവിനല്ലേ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ് മുഖത്ത് എറിഞ്ഞ് പറ്റിക്കണം. അവരെ കൊണ്ടാ പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ. ഓ ഇതാരാ പറയണേ? ആരാ പറയണേ? നിക്കറി തൂറിയിരിക്കുന്നതിന് അപ്പി ചവിട്ടിനെ കളിയാക്കണേ. ഹലോ കേട്ടില്ലായിരുന്നു? അല്ലല്ലേ ലൈവിൽ ആക്കി ചോദിച്ചാൽ മതി. കടയിലുണ്ട് ബൺ, എനിക്കുണ്ട് ബാൻ, ഞാനാണ്. അപ്പൊ അല്ല കടയിലുണ്ട് ബൺ, എനിക്കുണ്ട് ബാൻ, ഞാനാണ് നിന്റെ മാൻ. ഇത് റിംഗ് ടൂൺ ആക്കാൻ പറയണ.
ഇഷ്ടപ്പെട്ടു. കുട്ടി കുട്ടിയുടെ മനസ്സിലുള്ള ഒരു ഇവൻ ഡേ 6 പോയതല്ലേ, പിന്നെ വന്നിട്ടില്ലല്ലോ ഇതുവരെ. ഇന്നലെ വന്നില്ലല്ലോ. ഇന്ന് വന്നോ? എവിടെ വന്ന്? ലൈവ് വന്നോ? ഇറ്റ്സ് എ മൊബൈൽ ഗെയിം. 3 5 വട്ടമായിട്ടോ നീ ഇന്ന് വന്നു. ഓക്കെ ലേറ്റ് ആയെന്നറിയാം ഗൈസ്. എന്തിനാണ് ഇപ്പൊ റെഗുലർ ലൈവ് വരുന്നതെന്ന് അറിയാമോ? അതിനൊരു കാറുണ്ട്, സുന്ദരി എന്നാണ് പേര്. അതിന് ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ശബ്ദമുണ്ട്, മനസ്സിലായ? ആ വണ്ടിക്കകത്ത് കയറിയ ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും സൗണ്ട് ഉണ്ട്. ഈ സുന്ദരിയെ കൊണ്ടുവന്ന് ഒരു മതിലിനോടങ്ങ് ചേർത്ത് വീട്ടുകാർക്ക് മതിൽ കെട്ടി കൊടുക്കേണ്ട വന്ന് 13,000 രൂപയായി മതിൽ കെട്ടിയപ്പോ, മനസ്സിലായ? 13,000 രൂപയായി മതിൽ കെട്ടാൻ. മതിൽ ഇടിച്ചങ്ങ് ഫ്ലാറ്റ് ആക്കി. അവർക്ക് അങ്ങനെ മതിലും കയറ്റുമില്ല വീട്ടുകാർക്ക് ഇപ്പൊ. എത്ര BHK? ഞാൻ എന്തൊരു സറൗണ്ടിങ്സിലാണ് ജീവിക്കുന്നത്. എന്റെ ജീവിതം എന്റെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എന്താണ് ഇങ്ങനെ? അത് ഞാനും സിറ്റി കാണുവേ. ഓക്കെ ലേറ്റായെന്നറിയാം. ഇതിലും ബെസ്റ്റ് മോട്ടിവേഷൻ വേറെ. ട്രാൻസ്ഫോർമേഷൻ അത് പ്രകൃതിയുടെ നിയമമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരുന്തുകൾ. പരുന്തുകൾ സാധാരണ 70 വർഷം വരെ ജീവിക്കും. പക്ഷെ 40ാമത്തെ വയസ്സിൽ പരുന്തിന്റെ കൊക്കിന്റെ മൂർച്ച പോകും, തൂവലുകൾക്ക് ഭാരം കൂടും, കാൽനഖത്തിന്റെ ശക്തി നഷ്ടപ്പെടും, അവസാനം ഇരയെ പിടിക്കാൻ പറ്റാതെയാവും. ഇനി പരുന്തിനെ സംബന്ധിച്ച് 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നെങ്കിൽ സാധാരണ പോലെ ജീവിച്ച് മരണത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ സ്വയം ട്രാൻസ്ഫോം ചെയ്യുക. ഏതെങ്കിലും പർവ്വതത്തിന്റെ മുകളിൽ പോയി ഒറ്റയ്ക്കിരുന്നിട്ട് സ്വന്തം കൊക്ക് കല്ലിലിടിച്ച് കഷ്ണമാക്കുക. എന്നിട്ട് കൊക്ക് തിരിച്ചു വളരാൻ കാത്തിരിക്കുക. കൊക്ക് വളർന്ന ശേഷം സ്വന്തം കാൽനഖവും തൂവലുകളും പറിച്ചെടുക്കുക. തൂവലും കാൽനഖവും കൊക്കും തിരിച്ചു വളരുന്നതുവരെ ഒറ്റയ്ക്ക് പോയിരിക്കുക. ഇതൊരു പെയിൻഫുൾ പ്രോസസ്സാണ്. പട്ടിണിയും വേദനയും സഹിക്കേണ്ടി വരുന്ന ഒരു പെയിൻഫുൾ പ്രോസസ്സ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കൊക്കും കാൽനഖവും തൂവലുകളും തിരികെ വളരും. തിരികെ വളർന്ന ശേഷം ഈ പരുന്ത് 70 വർഷം വരെ ജീവിക്കും, ആകാശത്തിന്റെ രാജാവായിട്ട്. നിങ്ങൾക്കും ഒരു പരുന്തിനെ പോലെ പോരാടി സ്വന്തം ജീവിതം ട്രാൻസ്ഫോം ചെയ്യും. എനിക്ക് രോമാഞ്ചൊക്കെ വന്നു കേട്ടാ. എന്തൊരു സൗണ്ടാണത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചാർജായി, സത്യം. പിന്നെ അല്ലാതെ ഞാനും ചാർജായി. എന്തൊരു സാധനമാണ് അത്. ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? കുരുമുളക് ഞാൻ കൃഷിയിലിറങ്ങണേ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞില്ലേ, ഞാൻ കൃഷിയിലിറങ്ങണേ. ഞാൻ മറ്റേ ഏലത്തോട്ടം മേടിക്കാൻ പോകണം. അടുത്തെന്റെ ഇതാണ് ഏലക്ക കൃഷി. ഒരു ഏക്കർ ഏലക്ക ഞാൻ പൂപ്പാറല മേടിക്കാൻ പോണ്. ഇതാണ് ഇനി എന്റെ ഏലകൃഷിയാണ്. ഞാൻ ഇനി അതിലോട്ട് ഇറങ്ങാണ്. ഇനി ഇടയ്ക്കൊക്കെ ലൈവ് വരുള്ളൂ. ഞാൻ ഇനി മൊത്തം അവിടെ. പിന്നെ ഇതൊക്കെ ഇലക്ട്രിക് ഫെൻസ് ഒക്കെ ഇട്ടില്ലേ, CCTV ക്യാമറ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഓട്ടെ, വീട്ടിൽ ഇത്ര ദൂരമില്ലേ? അന്ന് വാങ്ങി പരിശൂമിയില്ലേ, അവിടെയാണ് ഇപ്പൊ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. നല്ല മോട്ടിവേഷൻ ആണല്ലോ. എല്ലാരും മാർക്ക് ചേട്ടൻ പോവാണ്. പല്ല് ഡോക്ടറെ കണ്ടോ? പുള്ളിക്കാരൻ പറഞ്ഞ ഒരു 4 കണ്ടെയ്നർ കമ്പിയെങ്കിലും വേണമെന്ന് പറഞ്ഞ പല്ല് കെട്ടാൻ. ഇവർക്കൊക്കെ എന്ത് പറയണമെന്ന് പോലും അറിയില്ല. മോനെ ഒന്ന് തൂക്കടാന്ന് പോലും പറഞ്ഞില്ല കേട്ടോ അവര്. അത്ര പേരുടെ മുമ്പിലാണ് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതർത്ഥം വീടിന് പറ്റത്തായിരിക്കും. പല്ല് ഡോക്ടറെ കണ്ടോ? പുള്ളിക്കാരൻ പറഞ്ഞ ഒരു 4 കണ്ടെയ്നർ കമ്പിയെങ്കിലും വേണമെന്ന് പറഞ്ഞ പല്ല് കെട്ടാൻ.
എന്നാലും പുള്ളി എടാ എന്നാലും വീണെടുത്തു അങ്ങനെ എണ്ണീറ്റല്ലോടാ. അളിയ അവര് കാലൊരു സൈഡിൽ പോയത് കണ്ട ഡാൻസ് കളിക്കുമ്പോ. മേരി ആവാസ് സുനോയിൽ 1ാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം. അത് എനിക്ക് പുള്ളി ആരാന്ന് അറിഞ്ഞൂടാത്തതിന്റെ പ്രശ്നമുണ്ട്. അവൻ ഇന്ത്യയിലെ നമ്പർ 1 സിംഗറായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പൊ അങ്ങ് ഗ്ലോബലാണ് പുള്ളി പിടിച്ചത്. ഇത് ബോബിന്റെ വോയിസ് അറിയാവരൊക്കെ. You are in the turn final lap. You എടാ ഈ പാട്ട് ഏതിലായിരുന്നു ഗൈസ്? ഇത് ഇതിലെ മോഹൻലാലിന്റെ പുതിയ ഞാൻ മറന്നുപോയി. വണ്ടി ഭ്രാന്തും ഫുട്ബോൾ ഭ്രാന്തും തലക്ക് പിടിച്ചൊരു നാട് കണ്ടോക്കിയാ. എവിടാണ്? മലപ്പുറം. ആ സൈഡിൽ എല്ലാരും ഫുട്ബോൾ ഭയങ്കര, മലപ്പുറം സൈഡൊക്കെ ഫുള്ള് ഈ ഫുട്ബോളിലൊക്കെ ഭയങ്കര ഡൈഹാർഡ് ഫാൻസ് ആണല്ലേ ഈ മലപ്പുറം ആ ഒരു സൈഡൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെ, ഇവിടെ കൂടുതലും ഈ ഒരു സൈഡിലോട്ടൊക്കെ ഫുട്ബോൾ ഫാൻസ് ഇല്ലെന്നല്ല, എന്നാലും കൂടുതൽ ആൾക്കാർക്കും കൂടുതൽ എല്ലാവരും കളിക്കുന്നതും ഇതൊക്കെ ആയിട്ട് കണ്ടുള്ള ക്രിക്കറ്റാണ് ഇവിടെ. ഞാനും അങ്ങനെയാണ്. ലൈക്ക് എനിക്ക് അങ്ങനെ, ഞാനങ്ങനെ കൊച്ചിലെ ഇങ്ങനെ എൻ്റെ സർക്കിളിലുള്ള ആരും ഇരുന്ന് ഫുട്ബോൾ കാണാറില്ല, എല്ലാവരും ക്രിക്കറ്റൊക്കെ കാണണം, മനസ്സിലായി. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഫുട്ബോൾ പണ്ട് തൊട്ടേ കാണാത്തത്. ഞങ്ങളെല്ലാം ക്രിക്കറ്റിന്റെ ആൾക്കാരാണ് ഇവിടെ എല്ലാം. സീനാണ്ടർ മിസ് ചെയ്യുന്നു. അയ്യോ എനിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ചിരിയുടെ അത്ര വരില്ലടാ ഇപ്പോഴത്തത്. ഇത് വേറൊരു ഭംഗിയാണ്. ആ ആൾക്കാർക്ക് പ്രായമോ അത് വേറെ കാര്യം. പക്ഷെ അതല്ല പറയണ, ഇതിന്റെ ഫാനാണ്. എടാ മറ്റേ ദിലീപിന്റെ പുതിയ പടത്തിൽ ലാലേട്ടനും ഉണ്ടല്ലേ, ബബ്ബല്ലേ? എന്റെ അമ്മോ, അത് വിഷയമായിരിക്കും കേട്ടാ. പുള്ളിക്ക് ഒരു നല്ല പടം വരട്ടെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹം, മനസ്സുകൊണ്ട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അതൊരു നല്ല കോമ്പിനേഷനിൽ വർക്കൗട്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പടം ആയിരിക്കട്ടെ. വാല്യൂ പീപ്പിൾ ഫോർ their mindset, not their appearance. How long have you been a legal secretary? 24 years this spring. You good at what you do? Great at what I do. Then you start to... നിങ്ങൾ പൂർണ്ണനായ പുരുഷനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ബയോളജിക്കലി നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിന്റെയും ഈസ്ട്രജന്റെയും അളവ് എത്രയാണ്? നിങ്ങളുടെ ക്രോമസോം വേരിയേഷൻ എന്താണ്? നിങ്ങളുടെ ജീൻ എന്താണ്? നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പൂർണ്ണനാണെന്ന്. അതറിയണമെങ്കിൽ ഷട്ടി കൂടി നോക്കിയാൽ പോരണ മണ്ടന്മാരെ, വെറുതെ കാച്ചു കളയണം. നമ്മൾ ആണാണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്യണ. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ബയോളജിക്കലി നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിന്റെയും ഈസ്ട്രജന്റെയും അളവ് എത്രയാണ്? നിങ്ങളുടെ ക്രോമസോം വേരിയേഷൻ എന്താണ്? നിങ്ങളുടെ അല്ല ഈ അളവൊക്കെ കറക്റ്റായാലും ആണാവുള്ളൂ. ഇത് ഇങ്ങനെ കുറച്ചു പേരാണ്, ഞാൻ ലിറ്ററലി ഞാൻ സീരിയസ് ആയിട്ട് പറയാടാ, ഇങ്ങനെ കുറച്ചു പേരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ ഹെയ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, മനസ്സിലായ? ഇങ്ങനെ ഇരുന്ന് ഓരോ അപരാധങ്ങൾ പറഞ്ഞാണ് ഇത് മേടിച്ചു കൊടുക്കണത്. ലിറ്ററലി പറയാതിരിക്കാൻ വയ്യ. നമ്മളാരും ബുദ്ധിമുട്ടിക്കാൻ പോലുള്ള, പക്ഷെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുന്നതിനോടാണ് ഇത്.
ഇല്ല, ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അടുത്തത്. ഇനി അതിന്റെ പുറകെ നടക്കാൻ എനിക്ക് വയ്യടാ, എനിക്ക് താല്പര്യമില്ല, മനസ്സിലായോ? ഇനി പറഞ്ഞിട്ട് വേണം അടുത്ത മറ്റേ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ വരും, വന്നിട്ട് കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയത് എന്ത് കൊണ്ടുപോയാ? നമ്മുടെ കാര്യമല്ലേ പറഞ്ഞുള്ളത്. ഇതിലെന്ത് വേറെ ഞാൻ മോശമായിട്ട് ഒരാളെ ചിത്രീകരിച്ചിട്ടില്ല, ഒരാളെ ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. എന്റെ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ മറ്റേ നേരെ പോയ ഒരാളെ കാണുന്ന സമയത്ത് ഞാൻ എന്റെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഇത്രയാണേ, പെണ്ണ് കാണാൻ പോകുമ്പോ ഞാൻ അമ്മായച്ഛന്റെ കയ്യിലോട്ട് കൊടുക്കാം, എന്റെ സാധനത്തിന്റെ നീളം എന്താ ഇത്രയുണ്ട്, പിന്നെ ടെസ്റ്റോസ്റ്ററോൺ ഇതാണ് എന്റെ ലെവല് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആണാണെന്ന് പ്രൂവ് ചെയ്യണ്ടേ. അതൊക്കെ എന്റെ സ്റ്റേറ്റ്മെന്റ്. കണ്ടി അശ്വന്ത് അനിൽകുമാർ നായകൻ ഞാനായതുകൊണ്ട് ഞാൻ തന്നെ മുമ്പിലിരിക്കാം. ബേസില് വെറുതെ തമാശ കളിക്കരുത്, പെട്ടെന്ന് ആരോല്ല പോവില്ല, കിട്ടൂല. കണ്ടില്ല, എന്റെ തമാശ കളിയാണ് ഇതെല്ലാം. തമാശ ഒന്നല്ല, പോയി പുറകേക്കറ്. ഞാൻ പറയട്ടോ, ഓരോരുത്തന്മാർ രാവിലെ ഇറങ്ങിക്കോട്ടെ. ബേസിലിട്ടാ ഞാൻ പൈലറ്റ്. അപ്പുറത്തിരുന്നാ മതി. അത് പൈലറ്റാടാ, അത് കണ്ടോ? പൈലറ്റോട് പോയിട്ട് പൈലറ്റ് എന്ന് പറഞ്ഞ് വന്നേക്കോ. പുള്ളിയില്ലെങ്കിൽ ഇപ്പൊ എന്താ, ഞാൻ അങ്ങ് എടുത്തങ്ങ് ഓടിക്കും. ഇത് മുഴുവൻ തകർന്ന് തരിപ്പണാ. അതൊന്നും ഉണ്ടായിരടാ. എടാ, നിന്നെ പിടിച്ച് നായനാക്കി പടം എടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന പാടൊന്നുമില്ല ഫ്ലൈറ്റ് ഓടിക്കാൻ. ഇത് ഹെലികോപ്റ്ററാണ് മണ്ട. എന്താണെങ്കിൽ എന്താ പറഞ്ഞാ പോരെ. ഈ കുളച്ചിരി നിർത്താവോ? ആ തലമുടി, ആ കാപ്പിരി മുടി കണ്ടപ്പോഴേ ഞാൻ തിരിച്ചറിഞ്ഞു, മനസ്സിലായ? താങ്ക് യുടാ. ഇവിടെ മോഡറേറ്റേഴ്സിന്റെ അടുത്ത ചോദിച്ചാ എന്റെ അഡ്രസ് കിട്ടും, ഇതെനിക്ക് കൊറിയർ അയച്ചു തരണം. തരാലോ. ജിതിനാഥ് ബ്രോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അണ്ണാ, ഇഷ്ടപ്പെട്ട ഫോളോ ആക്കി സപ്പോർട്ട് ചെയ്യുമോ? ഇൻസ്റ്റാ ഐ ഡി പിന്നെ ഞാൻ ഒരു വട്ടം. ഗെയിമേഴ്സ് ഹാവ് ലോഗ്ഡ് ഓവർ 25 billion hours, 2.8 million years playing Call of Duty, surpassing the entire timeline of human history. ഇവിടെ ഇത്രയും പേര് കളിക്കുന്നുണ്ടോടാ കോൾ ഓഫ് ഡ്യൂട്ടി? ഇവിടെയാണ് അധികം കളിക്കാത്ത. ഇവിടെയാണ് കളിക്കില്ല, പുറത്തൊക്കെ നല്ല നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ഇത് കാണുന്ന പോലും ഇഷ്ടമല്ല കോൾ ഓഫ് ഡ്യൂട്ടി. അതെ, കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച 10 പേര് പോലും ലൈവ് കാണാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടറിനെ കണ്ടിട്ടില്ലേ? ആ, ഡോക്ടർ ഡിസ്റെസ്പെക്റ്റിന്റെ ലൈവ് ഒക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടുത്തെ ആൾക്കാർക്ക് അത്രയ്ക്ക് ഒരു ഇതില്ലടാ. ഇവിടുത്തെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കണത് അത്രയ്ക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര കുറവാണ്, മനസ്സിലായോ? കോഡ് എമ്മിന് കുറെ. ആ കോഡ് എം അല്ല ബ്രോ, ഇത് PC കളി. ഇതെന്താ? നീ കോൾ ഓഫ് ഡ്യൂട്ടി ഇതെല്ലാം തീർത്താണോ? ഞാൻ ആർപ്പി കേറാം, ചില്ലാവ് കേസ്. ഞാൻ ഇന്ന് കേറിയിട്ടേ പോകത്തുള്ളൂ. ചില്ലാവ് നിങ്ങള്. ഞാൻ കുറച്ചു നേരം നോക്കിയിട്ട് കേറും, ഉറപ്പായിട്ടും കേറും. ചില്ലാവ്. ദിസ് കൈൻഡ് ഓഫ് ചാലഞ്ച്. ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എവിടെ ഒന്നും നിങ്ങളെ. ഞാനിപ്പോ ഔട്ട്ലൈൻ വരച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്തോ ഐറ്റം ആണെന്നവൻ. എന്റെ പൊന്നു, എന്തൊരു ചെയ്ത് വെച്ചിരിക്കണോടാ വിഷയം. ഇതും നിങ്ങൾ ഈ ഔട്ട്ലൈനും ഇത് കണ്ട, ഇതാണ് എന്റെ കളർ പ്രിന്റർ അവൻ. ബ്രോ ഡയറക്ട്ലി ചലഞ്ചിങ് ഓപ്പൺ സത്യം. സിറ്റി റീസ്റ്റാർട്ട് ആണ്, പയ്യൊക്കെ അറിയാൻ മതി. റീസ്റ്റാർട്ട് ആണോ സിറ്റി? ചോദിച്ചു നോക്ക്. മൂഡ് സ്വിങ്സ് ഈസ് റിയൽ. അഡ്രസ് ഒന്നും വേണ്ട. നമ്മളെ റിക്രൂട്ട്മെന്റ് ചെയ്യണ പിള്ളേർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവൂടാ, നമ്മള്
മറ്റേ നമ്മുടെ ഗ്യാങ് ഡ്രസ് ഒക്കെ ഇട്ട് വെൽക്കം ചെയ്യുന്നു. എന്റെ പൊന്ന് ചന്ദ്ര, ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം? നീ ഒന്ന് ഡ്രസ് മാറ്റി വന്നേ, കോഴിയിടല്ലേ നീ? പറഞ്ഞ കേൾക്കൂലടാ, എന്തിനു ചെയ്യാൻ പറ്റും? ഞാൻ 1/2 മണിക്കൂറോടെ അങ്ങനത്തെ ഡ്രസ്സ് മാറി റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ എന്തിനു പറയണം അതൊക്കെ? ഡ്രസ് മാറല്ലേ എന്നാ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടടാ, ചെയ്യണം. എന്നാ ഈ വീഡിയോ അതെ ഓൾറെഡി കണ്ട സ്പോയിലർ, ഇതും കണ്ട ഇത് നമ്മള് താഴെ എത്തിയത്. എന്തായാലും ബ്രോ ആനിമി കാണുന്നില്ല, സോ ഇവിടെ അങ്ങ് ഇത് എന്തോ, സോ ഇവിടെ അങ്ങ് ഇത് ഇവിടെ അതങ്ങ് കണ്ടോളൂ. ഇവിടെ കണ്ടോളൂ. ഇത് വൺ പഞ്ച് മാൻ അതാണ്. വല്ല മെയിൻ സീൻ വല്ല ആയിരിക്കും നിങ്ങളെ ഭാവിയിലെങ്ങാനും കാണണമെങ്കിൽ. ഇല്ല വൺ പഞ്ച് മാൻ അല്ല, സോറി. പിന്നെ ഇത് AOT ആണോ? ഇത് AOT എന്ന് പറഞ്ഞൂടെ നിനക്കൊന്നും? അറ്റാക്ക് ഓൺ ടൈറ്റൻ. അറ്റാക്ക് ഓൺ ടൈറ്റൻ നിങ്ങൾ കാണണ്ടാ, ഞാൻ സ്പോയിലർ പ്ലേ ചെയ്യുന്നില്ല. ഇത് ഏറ്റവും സ്പോയിലർ ആണ്, ഞാൻ ഇത് കണ്ടാണ്, മനസ്സിലായ? ഇത് കാണാൻ ആഗ്രഹമുള്ള എത്ര പേര് ചാറ്റിൽ കണ്ട്, അതാണ് സംഭവം. അറ്റാക്ക് ഓൺ ടൈറ്റൻ അളിയ നീ ഒന്നും കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. സാന്ത്വനും മറ്റേ കാണാം. സ്പോയിലർ ആണത് ഗൈസ്. പഴയ സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ BMW ഫാൻ ഫാൻ ബോയ്. ഇതേപോലെ പഴയ BM ഉണ്ട്. അതെ പഴയ BM, ഞാൻ അല്ലാതെ എന്റെ BM എന്നല്ല പറയണ. കൊള്ളാടാ, നൈസ്. ഇതാണ് അവന്റെ പേരെന്താണ്? എന്റെ ഫ്രണ്ട് വരച്ചത് ID മിറാക്കിൾ ഫിംഗേഴ്സ്. നൈസ് റാ, കൊള്ളാം. വൺ ഓഫ് ദ ബെസ്റ്റ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാ അണ്ണാ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ വീഡിയോ പോർട്രേറ്റ് ആയതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് റേഷ്യൽ ആയിരുന്നില്ല, വൈഡ് സ്ക്രീൻ നന്നായിട്ട് കാണാമായിരുന്നു. സോ അണ്ണന് വേണ്ടി മാത്രം ലാൻഡ്സ്കേപ്പ് ആക്കിയതാ. ഒരു തവണ ഇവിടെ ബ്രോ എന്നോടാണോ ബ്രോ? അല്ല, ഞാൻ BMW പറ്റി BMW എന്ന് പറഞ്ഞേന്. ബ്രോയ്ക്ക് ഇപ്പം ബെൻസ് ഇഷ്ടമാണെന്ന് വിചാരിച്ച് ബ്രോ മെച്ചുവേർഡ് ആണെന്നല്ല അതിന്റെ അർത്ഥം. ഓരോരുത്തർക്കും ഓരോ പേഴ്സൺ. എനിക്ക് വയസ്സ് 28ആയി. ഇപ്പോഴും കിൻഡർ ജോയില് മുട്ടായി പൊട്ടിച്ച് നോക്കാനുള്ള എക്സൈറ്റ്മെന്റ്, അല്ല മുട്ടായിക്കകത്ത് കളിപ്പാട്ടം പൊട്ടിച്ച് നോക്കാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്ന് കരുതി എനിക്ക് മെച്യൂരിറ്റി ഇല്ലാന്നല്ല, മനസ്സിലായേ? എന്തൊക്കെ കേക്കണം. മ്യൂസിക്കോ അതും കൂടെ. ഇവിടെ ഗോഡ്സില ഫാൻസ് അസ്വസ്ഥരായി കേട്ടാ. ഒരുത്ത ഹോങ്കോങ് എന്നൊക്കെ പറയണം. ഹോങ്കോങ് എന്ന് പറഞ്ഞ ഫാമിലി ഒരുത്തൻ. ആൾക്കാർ ചിമ്പൂന്നൊക്കെ അത്തരമാറ്റത്തോരാത്തോലും കയ്യുമ്മൽ നമ്പൂരീശനിടിച്ചതാണോ? കാറാണ് കൊണ്ടിടുന്നത് ഇതൊക്കെ. അത്തരമാറ്റത്തോരാത്തോലും കയ്യുമ്മൽ നമ്പൂരീശനിടിച്ചതാണോ? എന്ത് സാരൊക്കെ. എന്താണ്? കുറച്ച് പുസ്തകങ്ങളാണ് സാർ. എന്ത് പുസ്തകം? നിയമപുസ്തകങ്ങളാണ്. നിയമം നീ കയ്യിലെടുക്കണ എന്താ നിയമം കയ്യിലെടുക്കുക പറഞ്ഞിട്ട്
കണ്ടതൊക്കെ ആരുടെ എഴുതി നീ കൈ എടുക്കല്ലടാ. ഇതൊക്കെ ആര് ഇതൊക്കെ ഏത് സിനിമ ഇതൊക്കെ എന്തൊക്കെ ഐറ്റങ്ങൾ കാണണം ഒരു ദിവസമല്ലേ. സൂപ്പർമാൻ ആ പടമാണല്ലേ ഇത്. ഓക്കെ 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 കൈ എടുക്കല്ല. നമ്മൾ ഓൾറെഡി കണ്ടാടാ വീഡിയോ. അണ്ണന്റെ ആ നോട്ടം കണ്ടോ? സത്യത്തിൽ നീ ആരാ? ഞാൻ പത്തനംതിട്ടക്കാരനാ. ഞാൻ ജിമ്മിൽ പോയിട്ട് തിരിച്ചു വരുന്ന അല്ല പ്രോട്ടീൻ മേടിക്കാം. പ്രോട്ടീൻ പൗഡർ മേടിക്കാൻ പോയാ. പ്രോട്ടീൻ പൗഡർ വഴിയിൽ വെച്ചിട്ടുണ്ടോ ഭയങ്കര. അണ്ണാ ഇഷ്ടപ്പെട്ട ഫോളോ എവിടെയാണ്? ഇൻസ്റ്റ ഐ ഡി പഴക്കം തടയുക. ഒരു മിനിറ്റ്. ഡിലീറ്റ് മെസ്സേജ് 50 തൊട്ട് ഡിലീറ്റ് കളഞ്ഞ് 50 നേരം. ടുമാറോലാൻഡ് 2021 മെയിൻ സ്റ്റേജ് സെക്ഷൻ. എനിക്ക് പോണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു സാധനമാണിത്. നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടോ? എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷെ ഇതിന്റെ ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഭയങ്കര കൂടുതലല്ലേ? 1.5 ലക്ഷം 2 ലക്ഷം രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. അത് ഓരോ വട്ടം ഓരോ ഇടത്തല്ലേ ഹോസ്റ്റ് ചെയ്യണം, ഓരോ രാജ്യത്തല്ലേ. മെയിൻ സ്റ്റേജ് കത്തിപ്പോയോ? ഓ ഓക്കെ 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 ഓക്കെ. നിങ്ങളവിടെ കണ്ട അണ്ണാ ആട്ടം രണ്ടറ്റം കൂട്ടി മുട്ടി. ആട്ടം കൂട്ടി മുട്ടി. എന്താ അത് കണ്ണൂര്. അല്ല ഓട്ടോക്കാരൻ വെച്ചതോടാ. ഓട്ടോയുടെ മിസ്റ്റേക്കും ഉണ്ട്. എല്ലാം പറയാൻ പറ്റത്തില്ലല്ലോ. കിട്ടില്ല പടം. Trust God always, not a religion. എന്ത് പടമല്ലേ ഇത്? എന്ത് കിടല ഫിലിമാണ് കഴിച്ചത്. കണ്ടു കഴിയുമ്പോൾ ഇത് കിട്ടും. 6 വീക്ക് റെസ്റ്റ് പറഞ്ഞ ടീമിന് 6 വീക്ക് റെസ്റ്റ് പറഞ്ഞാൽ ടീമിന് ഒരു ആവശ്യം. കളിക്കുന്നതിനിടയിൽ പിന്നെ പരിക്കൊക്കെ ആയാലും നോക്കുക. അതേത് വണ്ടി അപ്പുറത്തോട്ട് വണ്ടി അപ്പന്റെ മോളുമായിരിക്കും ഉറപ്പല്ലേ? വണ്ടിപ്പിരാന്തൻ അപ്പന്റെ മോൻ അവള്.
ഞാനെടാ ഒരു മിനിറ്റ് ഗൈസ് സിറ്റി അങ്ങ് ലോഡാക്കട്ടെ എന്നിട്ട് നമുക്കൊന്ന് ലോഡാക്കാം. അടിയായെന്നോ? എന്തടി അടിയായമാര് പറയുമല്ലോ. കാടേറും കൊമ്പ വേട്ടക്ക 81 അടിയായ. ഹലോ എടാ